സർവീസിൽ നിന്ന് വിരമിക്കുന്ന മനോജ് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ മനോജിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സംസാരം കുറവും ജോലി കൂടുതലുമാണ്. അടിയന്തരാവസ്ഥയിൽ മുദ്രാവാക്യം പോലെ നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞ പോലെ പണി ചെയ്യൽ മാത്രമാണ്, സംസാരം കുറവാ, ചോദ്യത്തിന് ഉത്തരം മാത്രം. ഏത് കാര്യവും അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചാണ് മനോജ് ജോലി ചെയ്യുക. നമുക്കറിയാം, നമ്മളൊക്കെ കമ്പ്യൂട്ടറൈസേഷൻ ആവുന്നതിന് എത്രയോ മുമ്പ് തന്നെ മനോജ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇ ഫയലിംഗ്, ഇ റിട്ടേൺ, ഇ ബാങ്കിങ് എന്നൊക്കെ പറയുമ്പോൾ ഈ മനോജാണ്. അപ്പോൾ മനോജിനെ പറ്റി പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് സർക്കാരിലോ സ്വകാര്യ മേഖലയിലോ വലിയ ജോലികൾ ഇനിയും ചെയ്യാം. റിട്ടയർ വിശ്രമ ജീവിതത്തിനൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യവും നേരുന്നു. ഉസ്മാൻ, റിട്ടയർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ. സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാനന്തവാടി എംപ്ലോയ്മെന്റ് ഓഫീസർ മനോജ് സാറിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിശ്രമ ജീവിതം സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ കാലത്തേന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഷാജി, മനോജ് എന്നിവരാണ് സർവീസിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ബത്തേരി മാനന്തവാടി എംപ്ലോയീസ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ അഡ്വൈസ്, 3 ആളുടെയും അഡ്വൈസ് ഒറ്റ പേപ്പറിലായിരുന്നു. അപ്പോൾ മനോജിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ എനിക്ക് തന്ന പോലെ ഗംഭീരമായി ബത്തേരി നല്ലൊരു പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ എന്തോ പറഞ്ഞിടാൻ മനോജ് അത് നിരസിക്കുന്നതുകൊണ്ട് വളരെ ചുരുങ്ങി അവനൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് പോയതിൽ എനിക്ക് വളരെ സങ്കടവും ദുഃഖമുണ്ട്. എന്നിരുന്നാലും ശരി, നേരിട്ട് സദസ്സിനോട് പറയുന്ന രീതിയിലാവില്ല. എന്നിരുന്നാലും ശരി, മനോജിനെ ഒന്ന് ഓർമ്മിക്കുക എന്നുള്ളത് നമ്മളെ മുജീബ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു ക്ലിക്ക് മാത്രം. അപ്പോൾ മനോജെന്ന് പറയുമ്പോൾ എനിക്ക് അസൂയാപരമായി തോന്നുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം സ്വഭാവം കൊണ്ട് എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ഒരു ഇമോഷണൽ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. എൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ്, നമുക്കൊന്നും ഒരിക്കലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ്. എന്നാലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മൾ സർവീസിൽ ആർക്കും ഒരു ശത്രുക്കളുമില്ല, നാട്ടിലൂടെ എവിടെയില്ല. അങ്ങനെ ഒരു വ്യക്തിത്വത്തെ കാണാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പം നല്ലൊരു സദസ്സിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ പോയത് വളരെ ദുഃഖവും സംഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നിർത്തിയില്ലല്ലോ, എന്തിനാ ശരി, അവൻ നിരസിച്ചിരിക്കും, നമുക്കതിൽ പാങ്ങില്ലാണ്ടായി. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശിഷ്ടകാലം സർവീസ് ചെയ്ത മനോജിനെ വളരെയേറെ ശുഭകരമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാനന്തവാടി എംപ്ലോയ്മെന്റ് ഓഫീസർ ശ്രീ മനോജ് സാർ ഈ മാസം 31-ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർമെൻറ്റ് ചെയ്യുകയാണ്. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എംപ്ലോയ്മെന്റ് ഓഫീസർ ശ്രീ ഇ മനോജ്, ഞങ്ങളെല്ലാം GS എന്നാണ് ഓമനപ്പേരിൽ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള അടുപ്പം കൊണ്ടാണ് അങ്ങനെ GS എന്ന് വിളിക്കാനും ആ ബന്ധം ഇന്നും തുറന്നു പോകുന്നുണ്ട്. കാരണം വല്ലപ്പോഴും എങ്കിലും അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാറുണ്ട്, സൗഹൃദം പങ്കിടാറുണ്ട്. അതുപോലെ 3-4 മാസം മുമ്പ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹമായിട്ട് കാണാൻ സംസാരിക്കാൻ അവിടെ വന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞത് റിട്ടയർമെന്റ് ഫംഗ്ഷനൊന്നും ഇല്ല, ഫംഗ്ഷനായിട്ടൊന്നും വേണ്ട, ഞാൻ സാധാരണ ഓഫീസിൽ വരുന്നത് പോലെ വരുന്നു പോകുന്നു, അതുകൊണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് ഞാൻ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ എല്ലാവരുടെയും ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഞാനൊരു കുറച്ചുപേരുടെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വയനാട് വരണം, ഞാനത് എൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ചിരുന്നതാണ്. അതിലൊരാളാണ് ശ്രീ മനോജ്. മുമ്പ് ശ്രീ റഷീദ് സാർ റിട്ടയർ ആയപ്പോഴും എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതേപോലെ പരിപാടി ഒന്നും നടത്താൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ ഇനിയും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വരാൻ ഞാൻ ഒരുക്കമാണ്. ഇനിയിപ്പോൾ ഒരാഴ്ചയ്ക്ക് ദിവസങ്ങളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പ്രചോദനമായിരുന്ന പ്രിയപ്പെട്ട മനോജ് സാർ,
ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. സാറിൻ്റെ സേവനങ്ങളെ ഞങ്ങൾ ഇന്നും സന്തോഷത്തോടു കൂടി ഓർക്കും. സാറിന് ഓരോ നാളെയും ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓഫീസറാണ്. എ പേഴ്സൺ വെരി ഡൗൺ ടു എർത്ത്. അതാണ് മനോജിനെ പറ്റിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു പിക്ചർ. ഒരു ഓഫീസർ എന്ന യാതൊരു വിധത്തിലുള്ള ഭാവവും ഇല്ലാതെ എല്ലാവരുടെ കൂടെയും PTS ആയാലും OA ആയാലും എല്ലാവരോടും വളരെ നല്ല സൗമ്യമായ സമീപനമായിരുന്നു മനോജിൻ്റേത്. എന്തായാലും മനോജിൻ്റെ ഈ നഷ്ടം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വലിയ നഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഞാൻ കൽപ്പറ്റയിൽ BG ഓഫീസായ സമയത്തായിരുന്നു ആദ്യമായിട്ട് മാനന്തവാടിയിൽ നമ്മൾ ജോഫേസ് നടത്തുന്നത്, ന്യൂമാൻസ് കോളേജിൽ വെച്ചിട്ട്. അതിൻ്റെ വിജയത്തിന് എൻ്റെ കൂടെ നിന്ന് മനോജായിരുന്നു. വളരെ നല്ലൊരു പ്രവർത്തനമായിരുന്നു അന്ന് കാഴ്ചവെച്ചത് മനോജ്. നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വ്യക്തിയാണ്. എന്തായാലും ഈ റിട്ടയർ ചെയ്യുന്ന വേളയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നല്ലൊരു റിട്ടയർമെൻറ്റ് ജീവിതവും മനോജിന് നേരുന്നു. നന്ദി, നമസ്കാരം. മെയ് 31 മാനന്തവാടി എംപ്ലോയ്മെൻ്റ് ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന മനോജിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അയൽവാസി, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ മകൻ, ഇവിടെ ഉപരിയായിട്ട് സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ പണ്ഡിതൻ, ഇതിനുകളിലൊക്കെ പ്രകൃതനായ പ്രിയപ്പെട്ട മനോജ് സാർ ഭാഗമായാണ് ഈ മാസം എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറ് 31 റിട്ടയർ ചെയ്യാണ്. സാറിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. മെയ് 31 സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട മനോജ് സാറിന് എല്ലാവിധ ആശംസകളും. ശിഷ്ടജീവിതം സാറിന് നല്ലതാവട്ടെ. എല്ലാ നന്മകളും നൽകുന്നു. സ്നേഹത്തോടും സന്മതയോടും പെരുമാറിയിരുന്ന പ്രിയപ്പെട്ട മനോജ് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. 3 പതിറ്റാണ്ടുകൾ നീളുന്ന സർവീസ് ജീവിതത്തിനിടയിൽ മാനന്തവാടി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് ഓഫീസർക്ക് എല്ലാവിധ ആശംസകളും. 2025 മെയ് 31 സർവീസിൽ നിന്നും വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മനോജേട്ടന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. 2025 മെയ് 31 സർവീസിൽ നിന്നും വിരമിക്കുന്ന മാനന്തവാടി എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എല്ലാവിധ ആശംസകളും. മെയ് 31 സർവീസിൽ നിന്ന് വിരമിക്കുന്ന മാനന്തവാടി എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ശ്രീ മനോജ് സാറിന് റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും. ഇത്രയും കാലം ഗവൺമെൻറ് സർവീസിൽ വളരെ മനോഹരമായി തന്നെ സാറത് നിറവേറ്റാൻ സാറിന് കഴിഞ്ഞു. ഈ സാറിനെ ഈ മെയ് 31 സാറ് സർവീസ് ജീവിതം അവസാനിപ്പിക്കാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളും. മനോജ് സാറുമായിട്ട് വളരെ കുറച്ച് നാളത്തെ പരിചയം മാത്രമേ ഉള്ളൂ. എങ്കിലും ജോബ് ഫെസ്റ്റിൻ്റെ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാനും അറിയുവാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതങ്ങളും റിട്ടയർമെൻ്റ് ജീവിതവും വിശ്രമ ജീവിതമെല്ലാം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. പ്രിയപ്പെട്ട മനോജ് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സാറിൻ്റെ കൂടെ ഒരുപാട് കാലം ജോലി ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ആത്മാർത്ഥമായും എല്ലാം കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു തന്നുകൊണ്ടുള്ള ഒരു സർവീസ് ജീവിതമായിരുന്നു സാറിന് ഇപ്പോഴും ഇക്കാലത്തും പരിചയപ്പെട്ട അന്നു മുതൽ സംശയങ്ങൾക്ക് വിളിക്കുന്നത് സാറിനെയാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തരുന്നതിന് സാറ് സമയം കണ്ടെത്താറുണ്ട്. സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പിന്തുടരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ആഘോഷത്തോടെ മനോജ് സാറിനെ യാത്ര അയക്കണമെന്ന് വലിയൊരു ആഗ്രഹം വ്യക്തിപരമായി എനിക്കും നമ്മുടെ ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടായിരുന്നെങ്കിലും അത് നിർഭാഗ്യവശാൽ സാധിച്ചില്ല. എങ്കിലും ഉള്ളിൽ നിറഞ്ഞ സ്നേഹവും സൗഹൃദവും എല്ലാം മനോജ് സാറിനോട് സൂക്ഷിക്കുന്നു. മനോജ് സാറ് 2004 മനോജ് സാറിൻ്റെ ശിഷ്യനായിട്ടാണ് ഞാൻ സർക്കാർ സർവീസിൽ ജോലിയിൽ പ്രവേശിച്ചത്. വളരെ കുറുമബുദ്ധിയും സമർപ്പണ ബോധവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വ്യക്തിപരമായി ഞാൻ മനോജേട്ടൻ എന്ന് വിളിക്കുന്ന മനോജ് സാറ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹവും നേരുന്നു. തുടർന്നുള്ള വിശ്രമ ജീവിതം ഏറ്റവും ആനന്ദകരവും ഒരുപാട് ഈ സമയത്ത് ഒരുപാട് സുഹൃത്തുക്കളും എല്ലാം ഉണ്ടായ ഒരു ആഘോഷത്തിൻ്റെ നിമിഷങ്ങളായി റിട്ടയർമെൻറ്റ് ജീവിതം മാറട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നിറയെ സ്നേഹവും ആദരവും.
മാനന്തവാടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും അവിടുത്തെ ജീവനക്കാരെയും ഒരു ഗൃഹനാഥനെ പോലെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ആവശ്യമായ കരുതലും പരിഗണനയും നൽകിയ ഒരു നല്ല മനുഷ്യൻ ആണ് പ്രിയപ്പെട്ട GS. ഞങ്ങൾ ഓരോരുത്തർക്കും ആവശ്യമായ പരിഗണനയും കരുതലും സ്നേഹവും ഉപദേശങ്ങളും ആവശ്യമായ അറിവുകളും പകർന്നു നൽകി ഞങ്ങളെ നല്ല ജീവനക്കാരാകാൻ പ്രേരിപ്പിച്ച വ്യക്തിത്വങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് GS തന്നെയായിരിക്കും. GS എപ്പോഴും സൗമ്യനും ശാന്തനും മിതഭാഷിയുമായിരുന്നു. എന്നാൽ ഈ സൗമ്യതയ്ക്കും ശാന്തതയ്ക്കും ഒപ്പം നിലപാടുകളിൽ എന്നും ദൃഢത പുലർത്തിയിരുന്നു പ്രിയപ്പെട്ട GS. ആ ദൃഢത പലപ്പോഴും ആത്മനിഷ്ഠമായിരുന്നെങ്കിലും കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കാലാനുസൃതമായ സാങ്കേതിക വിദ്യകളെ സ്വായത്തമാക്കാൻ, ആ സാങ്കേതിക വിദ്യകളെ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ ഉപയോഗപ്പെടുത്തി കാലത്തിനൊപ്പം ചരിക്കാൻ എന്നും GS തയ്യാറായി അതിന് ബദ്ധശ്രദ്ധനായിരുന്നു എന്നത് തന്നെയാണ് GS എന്ന ഏറ്റവും മികച്ച ജീവനക്കാരൻ്റെ വിജയരഹസ്യം. പ്രിയപ്പെട്ട GS, താങ്കൾ ഞങ്ങൾക്ക് എന്നും പ്രചോദനമായിരുന്നു, ആശ്രയമായിരുന്നു, സംശയങ്ങൾക്ക് നിവാരണം നൽകുന്ന പരിണതപ്രജ്ഞനായ അറിവിൻ്റെ പ്രതീകമായിരുന്നു. Dear GS, you have played your part very well, brilliant and diligent.